ഹലോ, അപ്പോൾ ഇന്ന് കുട്ടി കുട്ടി പഴംപൊരീസ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുകയല്ലേ. രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടിയില്ലേ, വറുത്ത അരിപ്പൊടി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പസോഡയ്ക്ക് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈസ്റ്റാണ്. ഒന്ന് പതയ്ക്കാൻ വേണ്ടിയിട്ടും ചെറിയൊരു പുളിപ്പ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടും ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 വലിയ ടീസ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ബാറ്ററിന് എത്രത്തോളം മധുരം ഉണ്ടെന്ന്. പഴത്തിന് മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂട്ടിയിട്ടത് എന്നാലും ഒരു ടേസ്റ്റ് ഇടുക. പിന്നെ കുറച്ച് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ്. പിന്നെ ഇളക്കലോട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല പച്ച വെള്ളം തന്നെയാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ടൊക്കെ ഉടച്ച് ഒരു തിക്ക് ആക്കി എടുക്കണം. നല്ല ലൂസാകാൻ പറ്റില്ല, തിക്കായി എടുക്കണം. അപ്പോൾ നമ്മുടെ സഹായിക്കാൻ ഇതാ ഒരു അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. ആളാട്ടോ ഫുള്ള് ഇളക്കി കൊടുക്കണതൊക്കെ. പറഞ്ഞപ്പോൾ ആൾക്ക് നല്ല കുറവായി. എന്നാണോ ഇളക്കി കഴിയുക. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്തിടണം. നമ്മളൊരു കളർ കിട്ടാൻ, യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ഒരാളെ നിന്ന് വാങ്ങി ഞാൻ ഇളക്കുന്നു, ആളെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ഇളക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ അടുക്കളയിലുള്ള ഓരോ പരിപാടി കേട്ടോ. ഇതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇങ്ങനെ ഇതാവണതും. അങ്ങനെ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ 3 പഴമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്നും കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ നീളത്തിൽ ഒരു പഴത്തുനിന്ന് 3 കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ട്. ഇനി ഇത് നമ്മുടെ ചട്ടിയുടെ പാകത്തിനനുസരിച്ചും ഇത് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം നമുക്ക് വലുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതാ എൻ്റെ പഴങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് തിളച്ച് കിട്ടണം. എണ്ണയും ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ബാറ്ററിൽ പഴം മുക്കുന്നു, തിളച്ച എണ്ണയിലേക്ക് ഇടുന്നു. ഇതങ്ങനെ പ്രൊസീജിയറായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ വലിയതായിട്ട് നമ്മുടെ ചട്ടിയിൽ ഒതുങ്ങാത്തതുകൊണ്ടാണ് നമ്മൾ കുട്ടി കുട്ടി പഴംപൊരീസ് ഉണ്ടാക്കാൻ നിന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി കുട്ടി പഴംപൊരി എന്ന പേര് വീണത് കേട്ടോ. ഞാൻ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ പഴത്തിൻ്റെ കഷ്ണം ഈ ഒരു ബാറ്ററിൽ മുക്കുന്നു, തിളച്ച എണ്ണയിലേക്ക് ഇടാൻ പോകുകയാണ് ഗൈസ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് അതാ പൊങ്ങി വരുന്നു, കാണുന്നുണ്ടോ ആവാം. എണ്ണ നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ 2 ഇട്ടിട്ടുണ്ട്. കണ്ടോ, നമ്മളെ പഴംപൊരി കുട്ടി പഴംപൊരീസ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസും പിന്നെ ഫാമിലി വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു ഫുള്ളി ഫുഡ് ബ്ലോഗൊന്നുമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ പഴംപൊരി റെഡിയായി ഗൈസ്. കേട്ടോ, എന്താ കളറ്, എന്താ ഒരു ഇത് പൊങ്ങി വന്നിട്ടില്ലേ. അത് നമ്മൾ അപ്പസോഡൊന്നും യൂസ് ചെയ്യാതെയാണ് ഇങ്ങനെ പൊങ്ങി വന്നത് കേട്ടോ. കാരണം ഇതൊന്ന് ബാക്കിയൊക്കെ നമുക്കൊന്ന് അതേപോലെ തിരിച്ചും മറിച്ചും ഒക്കെ മൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാലേ എന്നും നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ യു.